10ാം ക്ലാസ് അറബിക്കിലെ 53ാമത്തെ പേജിലെ തംരീനിൽ ബാക്കിയുള്ളത് നുഅദ്ദു ഇസ്തിബിയാനൻ, നമുക്കൊരു ചോദ്യാവലി തയ്യാറാക്കാം. ലിൽ മുഖാബലത്തി മഅ സയ്യിദത്തി നൂറ അൽ മത്രൂഷി, നൂറ അൽ മത്രൂഷിയുമായുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി, ഒരു അഭിമുഖത്തിന് വേണ്ടിയുള്ള ചോദ്യാവലി ഉണ്ടാക്കാം. ബിൻ നിഖാത്തിലാത്തിയ, താഴെയുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കാം. എന്തൊക്കെയാണ് പോയിന്റുകൾ? അൽ ഉസ്റത്ത് കുടുംബം, അദ്ദിറാസത്ത് പഠനം, അൽ ഇൻജാസാത്ത് നേട്ടങ്ങൾ, അൽ ജവായിസ് അവാർഡുകൾ, അരിസാലത്ത് സന്ദേശം. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചോദ്യാവലി ഉണ്ടാക്കേണ്ടത്. ആരാണ് നൂറ അൽ മത്രൂഷി? UAEയിൽ നിന്നുള്ളൊരു റായിദത്തുൽ ഫള ആണ് നൂറ അൽ മത്രൂഷി. UAEക്കാരിയായ ബഹിരാകാശ യാത്രിക. അവരെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. മസ്മുക്കി, നിങ്ങളുടെ പേരെന്താണ്? മിൻ അയ്യി ദൗലത്തിൻ അൻതി, നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ്? മൻഫി ഉസ്രത്തിക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? മാഹിയൽ ഇൻജാസാത്തുൽ മുഹിമ്മത്തു അല്ലത്തി ഹസൽത്തി അലൈഹ, നിങ്ങൾ നേടിയ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാഹിയൽ ജവായിസുല്ലത്തി നിൽത്തി അലൈഹ, നിങ്ങൾ നേടിയ അവാർഡുകൾ ഏതൊക്കെയാണ്? മാഹിയ റിസാലത്തു കീലിൽ ജീലിൽ ഖാദിം, വരുന്ന തലമുറയോട് നിങ്ങൾക്ക് പറയാനുള്ള റിസാലത്ത് സന്ദേശം എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നളഅ നഅത്തൻ മുനാസിബൻ, അനുയോജ്യമായ നഅത്തുകൾ വെക്കാം. ഇവിടെ കുറേ സെൻറ്റൻസുകളുണ്ട്, ഇവയ്ക്ക് അനുയോജ്യമായ നഅത്തുകൾ വെക്കാം. റഅയ്തു ഫി ത്വരീഖി റജുലൻ ഡാഷ്, റഅയ്തു ഞാൻ കണ്ടു, ഫി ത്വരീഖി വഴിയിൽ, റജുലൻ ഒരാളെ, ഞാൻ വഴിയിൽ ഒരാളെ കണ്ടു. എങ്ങനെയുള്ള ആളെ കണ്ടു? ഈ റജുലിന് അനുയോജ്യമായ ഒരു നഅത്ത് ഇവിടെ വെക്കാം. അപ്പോൾ റജുലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് വെക്കാം. ഉദാഹരണത്തിന് മുസിന്നൻ എന്ന് വെക്കാം. പ്രായമുള്ള ഒരാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അടുത്തത് റക്കിബ ജാബിറുൻ ദറാജത്തൻ ഡാഷ്, ജാബിർ ഒരു സൈക്കിൾ ഓടിച്ചു. എങ്ങനെയുള്ള സൈക്കിളാണ്? ഏതെങ്കിലും ഒരു നഅത്ത് വെക്കുക. ജദീദത്തൻ എന്ന് വെക്കാം. ജാബിർ പുതിയൊരു സൈക്കിൾ ഓടിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റജുലൻ എന്നത് മുദക്കറാണ്, അപ്പോൾ നഅത്തിനെയും മുദക്കറാക്കണം. പിന്നെ റജുലൻ എന്നുള്ളതിൻ്റെ ഇറാബ് നസ്ബാണ്, അതുകൊണ്ടാണ് ഇവിടെ ഫത്ഹ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഅത്തിൻ്റെ ഇറാബും ആയിരിക്കണം. മുസിന്നൻ എന്ന് തന്നെ എഴുതണം. മുസിന്നിൻ എന്നോ മുസിന്നുൻ എന്നോ എഴുതാൻ പാടില്ല. എല്ലാ നഅത്തുകൾക്കും അങ്ങനെ തന്നെ. മൻഊത്തിന് എന്താണോ ഇറാബുള്ളത് അതേ ഇറാബ് നഅത്തിനും കൊടുക്കണം. മൻഊത്ത് മുദക്കറാണെങ്കിൽ നഅത്ത് മുദക്കറായിരിക്കണം. മൻഊത്ത് മുഅന്നസ് ആണെങ്കിൽ നഅത്ത് മുഅന്നസ് ആയിരിക്കണം. നെക്സ്റ്റ് ഇസ്തറൈത്തു ഹഖീബത്തൈനി, ഞാൻ 2 ബാഗുകൾ വാങ്ങി. എങ്ങനെയുള്ള ബാഗുകൾ? ജമീലത്തൈനി, ഭംഗിയുള്ള. ഇവിടെ ഹഖീബത്തൈനി ഇത് മുസന്നയാണ്, ദ്വിവചനമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നഅത്തിനെയും എന്താക്കണം? ദ്വിവചനമാക്കണം, മുസന്നയാക്കണം. അപ്പോൾ ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ പോരാ, ജമീലത്തൈനി 2 എന്ന് അർത്ഥം വരുന്ന രൂപത്തിൽ ജമീലത്തൈനി എന്ന് പറയണം. ഓക്കെ. ഹഖീബത്തൈനി ജമീലത്തൈനി മിനസ്സൂഖി, അങ്ങാടിയിൽ നിന്നും. സൽമ ത്വാലിബത്തുൻ ഡാഷ്, സൽമ ഒരു വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയുള്ള വിദ്യാർത്ഥിനിയാണ്? മാഹിറത്തുൻ കഴിവുള്ള. സൽമ ഒരു കഴിവുള്ള വിദ്യാർത്ഥിനിയാണ്. ഹലറൽ ആമിലു ഡാഷ് അൽ മസ്നഅ, ഹലറൽ ആമിലു, ആമില് വന്നു, ഡാഷ് എങ്ങനെയുള്ള ആമിലാണ് വന്നത്? അൽ മുജിദ്ദു കഠിനാധ്വാനിയായ ആമിൽ ഹാജരായി, അൽ മസ്നഅ ഫാക്ടറിയിൽ. ഹസലൽ മുസാരി ഡാഷ് അലൽ ജായിസത്തി, മുസാരിന് അവാർഡ് കിട്ടി. എങ്ങനെയുള്ള മുസാരിന്? ഹസലൽ മുസാരി ഉൽ നശീത്തു, ഉത്സാഹിയായ ഉന്മേഷമുള്ള മുസാരിന് അവാർഡ് കിട്ടി. എന്ത് നഅത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഓക്കെ. നുനാഖിഷു നുക്കാരിനു, നമുക്ക് വായിക്കാം, കമ്പയർ ചെയ്യാം. നുക്കാരിനു എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുക. ഈ കോളത്തിൽ നഅത്തും ഇവിടെ ഇളാഫത്തുമാണ് കൊടുത്തിരിക്കുന്നത്. സയ്യിദത്തുൻ ഹിന്ദിയത്തുൻ, ഇന്ത്യൻ വനിത, ഇന്ത്യക്കാരിയായ സയ്യിദത്ത് വനിത. അൽ മലിക്കുൽ ഹാസിമു, ദൃഢനിശ്ചയമുള്ള രാജാവ്. ബിൽ ഹുറൂഫി ദഹബിയത്തി, സ്വർണ്ണ അക്ഷരങ്ങൾ കൊണ്ട്.
അമലൻ സ്വാലിഹൻ നല്ല പ്രവർത്തനം. ഇവിടെ ആദ്യത്തെ വാക്കുകളൊക്കെ മൻഔത്താണ്, രണ്ടാമത്തെ വാക്കുകളൊക്കെ നഅത്താണ്. ഇനിയോ കുതുബു താരീഖി ചരിത്ര പുസ്തകങ്ങൾ, ചരിത്രത്തിലെ പുസ്തകങ്ങൾ. ഇത് മുലാഫാണ്, താരീഖ് മുലാഫുൻ ഇലൈഹിയാണ്. അഖ്ബാറുൽ ആലമി ലോക വാർത്തകൾ, ലോകത്തിലെ വാർത്തകൾ. അഖ്ബാർ മുലാഫാണ്, ആലമി മുലാഫുൻ ഇലൈഹിയാണ്. മിൻ താരീഖിൽ ഉലൂമി സയൻസ് ചരിത്രത്തിൽ നിന്നും. താരീഖി മുലാഫാണ്, ഉലൂം മുലാഫുൻ ഇലൈഹിയാണ്. ഖിസ്സത്തു റായിദിൽ ഫലാഇ ബഹിരാകാശ യാത്രികയുടെ കഥ. ഖിസ്സത്തു റായിദി, ഖിസ്സത്തു മുലാഫാണ്, റായിദി മുലാഫുൻ ഇലൈഹിയാണ്. പിന്നെ അൽ ഫലാഇ മുലാഫുൻ ഇലൈഹിയാണ്, റായിദി മുലാഫാണ്. അതായത് റായിദി എന്ന വാക്ക് ഖിസ്സത്തു എന്ന വാക്കിൻ്റെ മുലാഫുൻ ഇലൈഹിയാണ്. അതോടൊപ്പം അൽ ഫലാഇ എന്ന മുലാഫുൻ ഇലൈഹിയുടെ മുലാഫുമാണ്. റായിദ് മുലാഫുമാണ്, മുലാഫുൻ ഇലൈഹിയുമാണ്. ഇനി ഇവിടെ ഈ രണ്ട് കോളത്തിൽ നഅത്തുകളും ഇലാഫത്തുകളും കണ്ടുപിടിച്ച് എഴുതണം. എവിടെ നിന്നും കണ്ടുപിടിക്കാം? നുറാജി ഉൻ നുസൂസ, നമ്മുടെ പാഠഭാഗങ്ങൾ നോക്കുക. വനഖ്താർ മിൻഹ അൻ നഅത്ത വൽ ഇലാഫത്ത, എന്നിട്ട് അവയിൽ നിന്നും നഅത്ത് ചെയ്യപ്പെട്ട സെൻറ്റൻസുകൾ ഇവിടെ എഴുതുക, ഇലാഫത്ത് ചെയ്യപ്പെട്ട സെൻറ്റൻസുകൾ ഇവിടെയും എഴുതുക. ഇതോടെ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ 4ാമത്തെ യൂണിറ്റ് പറയാം.